വിശുദ്ധ അന്ത്യോക്യ സഭയുടെ വിശ്വാസസത്യങ്ങൾ എന്ന വിഷയത്തിലെ 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. വിശുദ്ധ സഭയുടെ 4-ാമത്തെ ലക്ഷണം മിശിഹ സ്ഥാപിച്ച തന്റെ സഭ വിശുദ്ധമാകുന്നു എന്നതാണ്. താൻ എങ്ങനെയോ അതേപോലെ തന്നെ തന്റെ ശരീരവുമാകുന്നു. ക്രിസ്തുവിന്റെ ശരീരം തന്നെയാണ് തന്റെ സഭയെന്ന് മേൽവചനങ്ങളാൽ നാം കണ്ടു. ക്രിസ്തു തന്റെ സഭയെ ജലസ്നാനത്താലും വചനത്താലും വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, അശുദ്ധി മുതലായവ ഒന്നുമില്ലാതെ സഭയാകുന്ന തന്റെ മണവാട്ടിയെ നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിനും അതിന്, അതായത് സഭയ്ക്ക് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു. അപ്രകാരം തന്റെ ശരീരം ഏൽപ്പിച്ചു കൊടുത്തു. എഫേസ്യ 5:25 അത് പറയുന്നുണ്ട്. മിശിഹ പറഞ്ഞിട്ടുള്ളവയെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുവാനും അവരെ സർവ്വസത്യത്തിലും വഴി നടത്തുവാനുമായി. വിശുദ്ധ യോഹന്നാന്റെ 16:13. പെന്തിക്കോസ്ത് ദിവസം വിശുദ്ധ റൂഹായെ താൻ അവർക്ക് അയച്ചു കൊടുത്തു. തദനന്തരം അവർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവയെല്ലാം വിശുദ്ധ റൂഹ മൂലമത്രേ. വിശുദ്ധ റൂഹ സഭയിൽ പ്രവർത്തിക്കുന്നു. കൂദാശകളുടെ പൂർത്തീകരണം വിശുദ്ധ റൂഹയുടേതാകുന്നു. കൂദാശകൾ ഇല്ലെങ്കിൽ സഭയില്ല. ആകയാൽ വിശുദ്ധ റൂഹ പ്രവർത്തനം നടത്തുന്ന സഭ വിശുദ്ധമാകുന്നു. പാപത്താൽ ക്ഷയിച്ചുപോയ മനുഷ്യ സ്വഭാവത്തെ പുതുക്കുവാനും മനുഷ്യന് മുമ്പുണ്ടായിരുന്ന വിശുദ്ധിയിലേക്ക് അവനെ ഉയർത്തുവാനുമായിരുന്നു പുത്രനാം ദൈവം മനുഷ്യാവതാരം ചെയ്തത്. അതിനുവേണ്ടി തന്നെ തന്റെ മനുഷ്യാവതാരത്തിന്റെ തുടർച്ചയാകുന്ന സഭയെയും താൻ സ്ഥാപിച്ചു. ഒരു വിശുദ്ധ ജനവും രക്ഷപ്പെട്ട ഗണവുമാകുന്ന സഭയത്രേ തന്റേത്. വിശുദ്ധിയിലേക്ക് കടക്കുവാനും വിശുദ്ധിയിൽ വളരുവാനുമുള്ള മാർഗങ്ങളും സഭയിൽ താൻ നിശ്ചയിച്ചു. സഭ വിശുദ്ധിയെ പ്രവഹിക്കുന്ന ഉറവയാകുന്നു. അതിലെ അംഗങ്ങളെ വിശുദ്ധിയിൽ വളർത്തുന്ന ധാത്രിയാകുന്നു. അതിനാൽ സഭ വിശുദ്ധമാകുന്നു. സഭ സ്ഥാപിതമായിരിക്കുന്നത് സത്യവിശ്വാസമാകുന്ന പാറമേലാകുന്നു. മനുഷ്യാവതാര രഹസ്യത്തിലുള്ള വിശ്വാസത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു. അബദ്ധോപദേശങ്ങളെ അത് ബഹിഷ്കരിക്കുന്നു. ഓരോ കാലത്തുണ്ടായ പാഷണ്ഡോപദേശങ്ങളെ ഉന്മൂലനം ചെയ്ത് അതിന്റെ വിശ്വാസത്തെ അത് വിശുദ്ധമാക്കി വെച്ചിരിക്കുന്നു. ഉദാഹരണം, അറിയോസിന്റെയും മറ്റും വേദവിപരീതത്തെ ശപിച്ചു തള്ളി. പകരം വിശ്വാസ പ്രമാണം നിക്യാ സുനഹദോസിൽ കൂടെ ലോകത്തിന് നൽകിയതും വിശുദ്ധ സഭയാണ്. പിന്നീടുണ്ടായ എല്ലാ സഭകളും അത് ഏറ്റുചൊല്ലുന്നു. മലങ്കരയിൽ പ്രചരിപ്പിച്ച നെസ്തോറിയൻ വേദവിപരീതത്തെ ഉന്മൂലനം ചെയ്തതും വിശുദ്ധ സഭയാണ്. വിശുദ്ധ സഭയ്ക്കോ അതിലെ അംഗങ്ങൾക്കോ ആരിൽ നിന്നും പുതുതായി ഒന്നും പഠിക്കേണ്ടതില്ല. അന്യരുടെ ഉപദേശം സഭാമക്കൾ കേൾക്കേണ്ടതുമില്ല. എന്നാൽ അവർ ഉപദേശിക്കുന്നത് അവരുടെ സ്വയം കണ്ടെത്തലിൽ നിന്നാണ്. എന്നാൽ വിശുദ്ധ സഭയുടെ കൗദാശികപരമായ കാര്യങ്ങൾ എല്ലാം തന്നെ മിശിഹായിൽ നിന്ന് നേരിട്ടും വിശുദ്ധ റൂഹ വഴിയും തന്റെ അപ്പസ്തോലന്മാർ വഴിയും വിശുദ്ധ സഭയുടെ വിശുദ്ധന്മാർ വഴിയും ലഭിച്ചിട്ടുള്ളതാണ്. വിശുദ്ധ റൂഹ വിശുദ്ധ സഭയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിനേക്കാളും മികച്ചതെന്നോ അതിനെതിരായോ ആരെങ്കിലും ഉപദേശിച്ചാൽ അങ്ങനെയുള്ളവർ ശപിക്കപ്പെട്ടവരാകും. ഗലാത്യ 1:6 മുതൽ. അവർ സഭയ്ക്ക് വേദവിപരീതികളാണ്. അതുകൊണ്ട് ആത്മീയപരമായി കൂടുതൽ അറിയേണ്ടവർ സഭയ്ക്ക് ഇതരരായ വേദവിപരീതികളിൽ നിന്നല്ല, മറിച്ച് വിശുദ്ധ സഭയ്ക്ക് മാത്രം ലഭിച്ചിട്ടുള്ള വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഒരിക്കലും വറ്റാത്ത നീർപ്പുഴയിൽ നിന്നും ആവോളം പാനം ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് അതൊഴുക്കുകയുമാണ് വേണ്ടത്. സഭ അതിന്റെ ആരംഭം, സ്വഭാവം, ഉദ്ദേശം ഇവയിൽ വിശുദ്ധമാകുന്നു. അത് ദൈവത്തിന്റെ വിശുദ്ധ റൂഹായുടെ നിവാസ കേന്ദ്രമാകയാൽ അതിലേക്കുള്ള പ്രവേശനം മനുഷ്യനെ പാപത്തിൽ നിന്നും വിശുദ്ധീകരിക്കുന്നു. പാപത്തിനെതിരായി അത് ഒരു കോട്ട പോലെ നിൽക്കുന്നു. അതിലെ അംഗത്വം പ്രാപിച്ചവർ തന്മൂലം ദൈവത്തെ അറിയാതെ ഇരിക്കുന്ന ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് വിശുദ്ധി പ്രാപിച്ചവരായിരിക്കുന്നു. ആകയാൽ വിശുദ്ധ സഭയിലെ അംഗങ്ങൾ വിശുദ്ധരാകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാകുന്നുവെന്നും ദൈവം നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 3:16. അതിനാൽ വിശുദ്ധ സഭയുടെ മാമോദീസ ഏറ്റ് സഭയോട് ചേർന്നവർ വിശുദ്ധരാണ്, വലിയ പദവിയുള്ളവരാണ്. കാരണം അവരിൽ വസിക്കുന്നത് പരിശുദ്ധ റൂഹായത്രേ. പുതിയ നിയമത്തിൽ പലയിടത്തും ക്രിസ്ത്യാനികളെ വിശുദ്ധർ എന്ന് സംബോധന ചെയ്തിട്ടുണ്ട്. ഇത് അവർ പരിശുദ്ധനായ ദൈവത്തിൻ്റെതാകുന്നുവെന്നും തന്റെ വിശുദ്ധ ജനമാകുന്നുവെന്നും തന്റെ വിശുദ്ധ റൂഹായെ പ്രാപിച്ചവരാകുന്നുവെന്നും കാണിക്കുവാനും ജീവിത വിശുദ്ധി കൊണ്ട് അവർ യഥാർത്ഥ വിശുദ്ധിയെ പ്രകടിപ്പിക്കുവാൻ ചുമതലയുള്ളവരാണെന്ന് അനുസ്മരിപ്പിക്കുവാനുമാണ്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. യുഎസ് ഒസിക്ക് വേണ്ടി ഷവലിയർ കെ.ഒ. മാത്യു കോങ്കര.